വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എമ്മി ആൻഡ് മീ. ഇന്ന് നമ്മള് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എമിന്റെയും ഇബുന്റെയും മുടി മുറിക്കണം. അപ്പൊ താഴത്ത് കുറച്ച് ഷോപ്പുകളുണ്ട്, സലൂണുകളുണ്ട്. അവിടെ പോയിട്ട് മുടി മുറിക്കാനാണ്. ഞാൻ ഇവിടുന്ന് താഴത്തുനിന്ന് പോകണമെങ്കിൽ തന്നെ സത്തുക ഇല്ലാണ്ട് ഒറ്റക്ക് പോകില്ല. അപ്പൊ ഇന്ന് എങ്ങനെ പോകാൻ പറ്റും, എന്താണ് ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും മുടി മുറിച്ചിട്ട് വരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടി ലിഫ്റ്റ് കയറി 5ാമത്തെ നിലയിലാണ് നമ്മുടെ റൂം ഉള്ളത്. അപ്പോൾ എമിയാണെങ്കിൽ ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പോവാണ്. ഒരു 2 ഷോപ്പ് കണ്ടു. 2 ഷോപ്പിൽ നോക്കുമ്പോൾ നല്ല ആണുങ്ങളാണ്, ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് മെല്ലനെ വേറെ ഷോപ്പിൽ കയറി. അങ്ങനെ കയറി നോക്കുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ല. അവർക്ക് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കട്ടിങ് 5 റംസിൻ്റെ കട്ടിങ് അതേ അറിയുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ ഇല്ല, നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരെ നെറ്റിൽ ഞാൻ ഇബുവിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇബുവിന് അടിക്കേണ്ടത് ബോക്സർ കട്ട് പോലെ വേറൊരു ടൈപ്പിൽ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനത് കാണിച്ചു കൊടുത്തു. എമിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവർ ഹിന്ദിക്കാരാണ്, മലയാളീസ് അല്ല. എന്നാലും ഞാൻ എൻ്റെ ഹിന്ദി വെച്ചിട്ട് ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് നല്ലോണം ഹെയർ കട്ട് ചെയ്ത് കുറവാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ മെലിഞ്ഞതായതുകൊണ്ട് അവൻ്റെ ഹെയർ നല്ലോണം എടുത്തു കഴിഞ്ഞാൽ നല്ല മെലിഞ്ഞതുപോലെ തോന്നും. അപ്പോൾ അവനക്ക് കുറച്ച് ഹെയർ വെക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നല്ലോണം കട്ട് ചെയ്തിട്ടില്ല. അവൻ്റെ ഇതിൽ നിന്ന് ഒന്ന് സെറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അവരതിനനുസരിച്ച് ചെയ്തു തരുന്നുണ്ട്. എന്നോട് ഓരോരോ കട്ടിങ്ങിലും അവരെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ കട്ട് ചെയ്യണം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഹിന്ദി സീരിയൽ കണ്ടതിൻ്റെ ഗുണം ഇപ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി സീരിയൽ കണ്ടിട്ടാണെങ്കിലും നമുക്ക് ഹിന്ദി പഠിക്കാൻ പറ്റുമല്ലോ. ഹിന്ദി അറിയുന്നത് കൊണ്ട് അത്യാവശ്യം അറിയാം, പിടിച്ചു നിൽക്കാൻ ഹിന്ദി അറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ എമിൻ്റെത് ഒരുപാട് നമ്മളൊക്കെ പണ്ട് കളർ ചെയ്തതൊക്കെ കട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ അവനക്ക് സങ്കടമാവുന്നുണ്ട്. ഹെയർ കട്ട് ചെയ്ത് പോയപ്പോൾ കളർ ചെയ്തതൊക്കെ പോയില്ലേ, എനിക്ക് ഒന്നുകൂടി കളർ ചെയ്ത് തരുമോ എന്നുള്ള ചോദിച്ചിട്ടാണ് അവനിങ്ങനെ ഇരിക്കുന്നത്. ഈ ബൂട്ടിക്കാണെങ്കിൽ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹെയർ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നല്ല ഹെയർ ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് നമ്മൾ വന്നിട്ട് പിന്നെ മുറിച്ചിട്ടേ ഇല്ല. വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ജയ്യു കൊണ്ടുപോയി മുറിപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് എമ്മിൻ്റെ വേഗം തന്നെ കഴിഞ്ഞ്. ഇബുവിൻ്റെത് കുറേ സമയം എടുത്തിട്ടായിരുന്നു കഴിഞ്ഞത്. എമ്മി ഭയങ്കര ഹാപ്പിയായി. കാരണം എമ്മിൻ്റെത് പെട്ടെന്ന് കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബൂട്ടിൻ്റെത് കഴിയാൻ കുറച്ചൊന്ന് ടൈം എടുത്തു. എന്നാൽ അവർ മാക്സിമം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇബുവിൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവനിക്ക് ഹെയർ സെറ്റ് ചെയ്തപ്പോൾ. അവർക്കും സാറ്റിസ്ഫൈഡ് ആയി. ഫോട്ടോ കാണിച്ചു കൊടുത്തതുപോലെ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു കെമിക്കലായിട്ടുള്ള ഒന്നും അവർ സ്പ്രേയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ നടന്നിട്ട് റൂമിലേക്ക് പോയി. റൂമൊക്കെ അലങ്കോലമായി ഇരിക്കുകയായിരുന്നു. ഞാൻ ഒന്നും വൃത്തിയാക്കാണ്ടായിരുന്നു പോയത്. നമ്മൾ ഈവനിങ് ആണ് ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്തൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്ക് റൂമും എല്ലാം വൃത്തിയായി നമ്മളെല്ലാവരും ഫ്രഷായി ഇരിക്കുക എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ അവരെ കുളിക്കാൻ പറഞ്ഞയച്ചിട്ട് ഞാൻ അവർക്ക് മാഗി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാഗി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെയല്ല, ആരെങ്കിലും ഉണ്ടാക്കാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടിയും റിച്ചാണ്. പിന്നെ മക്കൾക്ക് കുറച്ചുകൂടി എപ്പോഴും ഉള്ള മാഗിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് ബട്ടറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ ഞാൻ ചീസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സാധാരണ ചീസാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇത് എൻ്റെ അടുത്ത് ഇതായിരുന്നു ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ മാഗി മസാല എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, മാഗി മസാല. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന മാഗി എന്ന് പറഞ്ഞാൽ പ്രാണിൻ്റെ വെജിറ്റബിൾ മാഗി ആയിരുന്നു. പിന്നെ എനിക്കതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്തു. പിന്നെ മാഗി ഇട്ട് അത് 2 ആക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനും കഴിക്കും, നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും ഒന്ന് ഒഴിവാവാം, തടി കുറക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് നിൽക്കുക. ചീസ് പിന്നെ ബട്ടർ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ അതൊന്ന് വേണ്ടാന്ന് വെക്കാണ്. എന്നാലും ഞാൻ ഇവരിൽ നിന്ന് ടേസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യണമല്ലോ. പക്ഷേ അതിൻ്റെ മണം തന്നെ വേറെ ഒരു നല്ലൊരു വേറെ എന്തൊക്കെയോ ഒരു സ്മെല്ല് വരുന്നുണ്ട്, നല്ല മണമാണ്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് കുറച്ച് റിച്ച് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കുന്നതിൽ നിന്നും എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ അത് നമുക്കും മക്കൾക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ആവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെ മാഗി സെറ്റായി കഴിയുമ്പോഴത്തേക്ക് കുട്ടികളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവർ സെറ്റായിട്ട് ടേബിൾ മേൽ വന്നിരുന്ന് അപ്പോൾ ഞാൻ അവർക്ക് മാഗിയൊക്കെ കൊടുത്തു. മാഗി കൊടുത്ത് മറ്റേ ഫോക്കും കാര്യങ്ങളൊന്നും വെച്ചിട്ട് അവർ കഴിക്കുകയൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചെങ്കിൽ കഴിച്ച്, അല്ലാണ്ട് കൈ വെച്ചിട്ട് തന്നെയാണ് അവർ കഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ വീഡിയോക്ക് വേണ്ടി സ്റ്റൈൽ ചെയ്യാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അവരെങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അവർ കഴിച്ച് എമിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് ബാൽക്കണിയൊക്കെ ഞാൻ എൻ്റെ ക്ലീനിങ് പ്രോഗ്രാമിലേക്ക് പോവാണ്. അപ്പോൾ ബാൽക്കണിയാണ് ഇത്, നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ആണ്. ഫുള്ള് താഴത്ത് മൊത്തം പാർക്കിംഗ് ആണ്. പിന്നെ ഞാൻ ഈ ബാൽക്കണി എപ്പോഴും ക്ലീൻ ചെയ്യും, എപ്പോഴും എന്ന് പറഞ്ഞാൽ ദിവസവും ക്ലീൻ ചെയ്യും. പക്ഷേ അതേ പൊടിയും അതേ പ്രാവിൻ്റെ കാഷ്ടവും ഉണ്ടാവും. അപ്പോൾ ഡെയിലി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയുള്ളൂ. ഞാൻ നല്ലോണം പൊടി കൂടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ബാൽക്കണി കഴുകുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്നും ആറിയിടുന്നോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പ്രാവ് അപ്പിടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് രാത്രിയൊക്കെ ഒന്ന് പുറത്ത് നിന്ന് നോക്കുക എന്നല്ലാതെ വേറൊരു യൂസൊന്നും ഞാൻ ബാൽക്കണിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അതങ്ങനെ ഇത്ര മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. എൻ്റെ കുഞ്ഞൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ അവിടെ ഇങ്ങനെ പിന്നാലെ നടക്കും. അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പിന്നാലെ ഉണ്ടാവും. അവൻ എന്ത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ അവൻ എന്നെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ വരും. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമാണിത്. ഇത് റൂം ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇതിലൊന്നും ഒരു സെറ്റിങ്സിന് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വരുത്താൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെൻറ്റിന് വേണ്ടിയിട്ട് ഇയർലി റെൻ്റല്ല, നമ്മളിത് മന്ത്ലി റെൻ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവർ തന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കണം. പിന്നെ ആണെങ്കിൽ നമ്മൾ അതിൽ വേറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലൊന്നും വ്യത്യാസമൊന്നും വരുത്തലില്ല. പിന്നെ പുതിയ പുതിയ സാധനങ്ങളൊന്നും വാങ്ങലില്ല. അവരുടെ സാധനങ്ങളാണ് ഇത്, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഉപ്പയും ഉമ്മയും വരുന്നുണ്ട്. 13-ാം തീയതിയാണ് വരുന്നത് നമ്മുടെ ഉപ്പയുമ്മയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ്ങും കൂടി ഒരു ചെറിയൊരു രീതിയിൽ നടത്താം എന്ന് വിചാരിച്ചു. പിന്നെ മക്കളെയൊക്കെ ഒരുക്കിയത് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഉപ്പയുമ്മയൊക്കെ വരുമ്പോൾ എന്തായാലും പറയുമല്ലോ ഉപ്പുമ്മമാരൊക്കെ മക്കളെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്ത് ഇത് നല്ല രീതിയിലൊന്ന് ഒരുക്കുക. അവർക്ക് നമ്മളെക്കാളും കൊച്ചുമക്കളെയാണല്ലോ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം കൊണ്ടുപോയി മുടിയൊക്കെ മുറിച്ച് സെറ്റാക്കി കൊണ്ടുവന്നതാണ് മക്കളെ. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റിലും അത് കോമ്പിനേഷൻ ഞാൻ വരുത്തിയിട്ടുണ്ട്. എനിക്ക് ലക്കിന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് നെസ്റ്റോയിൽ പോയപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡോട്ട്സ് ആണ് വരുന്നത്. ഡോട്ട്സ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട്സിൻ്റെ ഭയങ്കര ഭ്രാന്താണ്. അപ്പോൾ ഡോട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. മുപ്പത്തി എവിടെ ഡോട്ട്സ് ഉണ്ടെങ്കിലും മാക്സി ആണെങ്കിലും എന്താണെങ്കിലും ഡോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങും. അതുപോലെ ഡോട്ട്സ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഈ സൈഡിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് വേഗം എടുത്ത് നിലത്തിട്ട് വിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് അവിടെ വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ എല്ലാം വലിച്ചു വാരിയിടും അലമാരയിലാണെങ്കിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ തുണികളൊക്കെ ഡിവൈഡ് ചെയ്യായിരുന്നു. മക്കളതും എൻ്റെതും സത്തുക്കാൻ്റെതും ഒക്കെ ഞാൻ വേറെ വേറെയാണ് അലക്കാലുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ സത്തുക്ക പുറത്തു പോയി വരുന്നതല്ലേ, അപ്പോൾ അത് വേറെ തന്നെയും മക്കളത് വേറെ തന്നെയും എൻ്റെത് വേറെ തന്നെയാണ് അലക്കൽ. കാരണം ഇൻഫെക്ഷൻസ് വരണ്ട എന്ന് വിചാരിച്ചിട്ട്. മക്കൾ രണ്ടുപേരുടേതും ഒരുമിച്ച് തന്നെ ഇടും കേട്ടോ. ഒന്നിടവിട്ട് ദിവസങ്ങളിലാണ് ഞാൻ അലക്കൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ടിനും വെള്ളത്തിനും ഭയങ്കര ചാർജാണ്.
അപ്പോൾ നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ബിൽഡിങ്ങിൽ അത്യാവശ്യം ചാർജ് ഉണ്ട് ഈ കറണ്ടിനും വെള്ളത്തിനും. നിങ്ങൾ ഇപ്പോൾ ഷാർജയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ചാർജ് വരുന്നുണ്ടോ എന്നുള്ളത് പറയട്ടോ. പിന്നെ ഞാൻ ദുബായിൽ നിന്നപ്പോൾ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറവായിരിക്കും, ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ലക്ഷറി ആയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇവിടെ. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയി ജീവിക്കാം. നമുക്ക് നാട്ടിലേക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഞാൻ ഇതിൽ ഓമോൻ്റെ ഇതാണ് ഇടാറുള്ളത്. ഇതുപോലെ ഇതിൽ തന്നെ നമ്മളെ ജെല്ലും പിന്നെ ലിക്വിഡും അതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്ലീൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ 2 ഇട്ട് കഴിഞ്ഞാൽ സത്തുക്കാൻ്റെ ജീൻസൊക്കെ ഉള്ളത് കൊണ്ടാണ് 2 ഇട്ടത്. എല്ലാം 1 ഇട്ടാൽ മതി, നല്ല മണമായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ, നല്ല മണമായിരിക്കും, നല്ല ക്ലീൻ ചെയ്യും ഡ്രസ്സ്. പിന്നെ നമ്മളത് ശ്രദ്ധിക്കുകയേ വേണ്ട, നമ്മൾ ലിക്വിഡ് ഒഴിക്കാനോ അല്ലെങ്കിൽ ഇതാവാനോ ഒന്നും നോക്കണ്ട. പിന്നെ ഓട്ടോമാറ്റിക് ആണല്ലോ, അത് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ എമിക്കുട്ടി ക്ലാസ്സിലാണ്. ക്ലാസ്സിൽ 7 മണിക്കാണ്, നാട്ടിലെ 7 മണിക്കാണ് ക്ലാസ്, 5:30ക്കാണ് 1 to 1 ക്ലാസ്സാണ്. പിന്നെ മൈൻഡ് ടൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇപ്പോൾ അവനക്ക് ഇംഗ്ലീഷിലൊക്കെ അവന് ബേസിക്കലി ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു. അവന് സ്കൂളിൽ പഠിച്ചെങ്കിലും അവൻ മൊത്തം കേട്ട് വായിക്കാന്നല്ലാതെ എഴുതാനോ ഇതാകാനോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം വരുന്നത്. പിന്നെ ഇവിടെയാണ് എല്ലാതും കമ്പോസ്റ്റ് ചെയ്യുന്ന സ്ഥലം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ യൂസ് ചെയ്യാത്ത റൂമാണ്. ഇനിയിപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ വരുമ്പോൾ ഈ റൂം യൂസ് ചെയ്യും. അപ്പം ഞാൻ ഇവിടെയാണ് തുണികളൊക്കെ ആറിയിടലൊക്കെ. സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ആ ഓമോ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലായിരിക്കും. റൂം ആകെ നല്ല സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല, വേറെ റൂമിൽ മറ്റേ ചീത്ത സ്മെല്ല് വരുമോ തുണി ആറിയിട്ടത് കൊണ്ട് എന്നുള്ളതൊന്നുമില്ല. അതുകൊണ്ട് നല്ല സ്മെല്ലായതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ആറിയിടൽ. പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പുറത്ത് ദുബായിലെ റൂമിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വലിയ കാർട്ടൂണിലാക്കിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏബുക്കുട്ടി എന്നെ വിട്ടിട്ട് എവിടെയും പോകൂല, ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. അതാണ് മൂപ്പരുടെ സ്റ്റൈല്. മൂപ്പര് എങ്ങനെയാണെങ്കിലും എന്തുണ്ടെങ്കിലും കളിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും മൂപ്പരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡൊക്കെ ക്ലീൻ ചെയ്ത് അവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി എല്ലാം അലമാരക്കകത്ത് വെച്ച്, പിന്നെ മക്കളുടെ സാധനങ്ങളാണ് അവിടെ സൈഡിൽ മൊത്തം ഉണ്ടാവുക. അവരുടെ ബുക്കും ഇതൊക്കെ നമ്മൾ മെന്നാന്ന് പ്രിൻ്റർ വെച്ചിട്ട് അയമിയുടെ കുറേ പ്രൊജക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്രിൻ്ററൊക്കെ സത്തുഖാൻ്റെ ഓഫീസിൽ നിന്ന് എടുത്തിട്ട് വന്ന് അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പ്രിൻ്ററിൽ ഇങ്കില്ല. അപ്പോൾ അതൊക്കെ വലിച്ച് വാരി ഇട്ടിട്ട് പിറ്റേന്ന് അങ്ങനെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി നമ്മുടെ ഒരു ദിവസത്തേക്ക് ഉള്ള വീഡിയോസൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ റൂമും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. നിങ്ങളെ ബോറടിപ്പിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. പിന്നെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാലും എനിക്കെടുത്ത് കാണാമല്ലോ, നമ്മൾ ഈ റൂമും കാര്യങ്ങളും ഒക്കെ മിസ് ചെയ്യൂലേ. അപ്പോൾ അതിനേക്കാളും രസമായിരിക്കും ഇത്. ഞാൻ പണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നീട് കാണുമ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഉപ്പ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഉപ്പ മരണപ്പെട്ടു. ഉപ്പ മരണപ്പെട്ടിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ എടുത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ഓരോ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഭയങ്കര മെമ്മറബിളാണ്. അപ്പോൾ നിങ്ങൾക്കും നമ്മളെ കാണാം, നമുക്കും നമ്മളെ കാണാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഈ റൂമിൽ തന്നെ ഉണ്ടാകുക. ഇബുവിൻ്റെ ബുക്ക്, ടോയ്സ്, പിന്നെ നമ്മുടെ യൂസ് ചെയ്യാതെ ഒരുപാട് സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളും ഒക്കെ ഈ റൂമിൽ തന്നെ ഉണ്ടാകുക. ഇനിയിപ്പോൾ ഉപ്പയമ്മയൊക്കെ വരുമ്പോൾ ഇത് ഇവിടെ തന്നെ വെക്കാനേ പറ്റുള്ളൂ. കാരണം വേറെ ഒരു സ്ഥലമില്ല, നമ്മൾ എവിടെയും വലിച്ചു വാരി ഇടാനുള്ള ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു സൈഡിൽ ഇത് ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ്. എനിക്കിങ്ങനെ ഭയങ്കര പരത്തിയിടുന്നത് തീരെ ഇഷ്ടമല്ല. ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇങ്ങനെ വെക്കണം. അങ്ങനെ നമ്മളെ റൂമിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഹാളാണെങ്കിൽ ചെറിയൊരു ഹാളാണ്.
റൂമും ഒക്കെ ചെറുത് തന്നെയാണ്, പക്ഷേ എന്നാലും ഒതുക്കാനൊക്കെ കുറച്ച് ഉണ്ടാവും. കാരണം നമ്മൾ എപ്പോഴും വലിച്ചു വാരിയിടും, മക്കളുള്ളതാണല്ലോ. അപ്പോൾ അവരുടേതായ ഇഷ്ടത്തിന് ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ടും ഇതാക്കിയിട്ടും കളിക്കും. അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരങ്ങളിൽ വൃത്തിയാക്കുന്നത്. അപ്പോൾ സത്തുക വരുമ്പോഴേക്കും വൃത്തിയിൽ കിടക്കുമല്ലോ റൂമും ഇതൊക്കെ. അത് കഴിഞ്ഞ് രാവിലെ ആയി ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അവർ പിന്നെയും മൊത്തത്തിൽ അലങ്കോലാക്കിയിട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈവനിങ് വൃത്തിയാക്കും. ഇതൊരു റൊട്ടീനായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. എമി ക്ലാസ്സിൽ തന്നെയാണ് 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. എമിനെ ക്ലാസ് എടുക്കുന്നത് സഫ്രിയ മാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാമാണ്. നല്ലൊരു മാമാണ്. കാരണം അവന് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അവന് ഞാൻ ഇത്രയും പെട്ടെന്ന് അവനക്ക് മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവന് നല്ലൊരു മാറ്റമുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളെയും ഈ ഒരു ക്ലീനിങ്ങിൽ ഞാൻ കൂട്ടിച്ചേർക്കും കേട്ടോ. അവരെ കൊണ്ട് എല്ലാ സാധനങ്ങളും അവരുടെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കൊണ്ടാക്കിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയണമല്ലോ, ഇതിങ്ങനെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അറിയണമല്ലോ. പിന്നെ അതുമല്ല അവർ തന്നെ അവരുടെ സാധനങ്ങൾ എടുത്തു വെക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് 2 ആമക്കളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ പെൺകുട്ടികളില്ലാതെ കൊണ്ട് തന്നെ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഞാൻ ആമക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപോലെ നിൽക്കേണ്ടതും നടക്കേണ്ടതും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവരും എല്ലാം അറിയട്ടെ, എല്ലാം ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ചെറിയ മക്കളാണ്, അതുകൊണ്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു തരും. ഓരോ സാധനങ്ങൾ അവരുടെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാഷാ അല്ലാ. ഇപ്പോൾ ആണ് കൂടുതലുണ്ടാവുക. എമി ക്ലാസ്സിലായിരിക്കും. പിന്നെ എമിൻ്റെ ക്ലാസ് തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ക്ലീനിങ്. 5 മണിക്കാണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു ടൈമിംഗ് ഒക്കെ ഉണ്ട്. അടിച്ചുവാരെല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തുടക്കാൻ നിന്ന്. തുടച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കിച്ചൺ ഉണ്ടല്ലോ, കിച്ചണിൽ ഒരു 4 പാത്രമേ ഉള്ളൂ, പക്ഷേ കാണാൻ കുറേ വൃത്തികേടായ പോലെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ സ്റ്റൗ ഇന്നലെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ കിടക്കാൻ വേണ്ടി പോയി. അതുകൊണ്ട് ഇന്ന് ആണ് അത് ക്ലീൻ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നൊരു സ്റ്റൗവും കൂടിയാണ് നമ്മളത്. കണ്ടോ, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കഴിയാൻ പറ്റും. ഒരു തുട മാത്രം മതി, ആ തുടക്കലിൽ തന്നെ ക്ലീൻ ആവും. ഇനി നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ വാട്ടി കുറുക്കി അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ വെക്കില്ല. ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ എൻ്റെ രാത്രിത്തെ ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ക്ലീനിങ് ചെയ്തതിന് ശേഷം മാത്രമേ കുക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യുള്ളൂ. എന്നാലാണ് എനിക്കൊരു മനസ്സിനൊരു തൃപ്തി തോന്നുള്ളൂ. എന്തുണ്ടാക്കണമെങ്കിലും ക്ലീൻ ആയിരിക്കണം. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ. സോയാബീൻ എടുത്ത് വെള്ളത്തിൽ ഇടുന്നതാണ്. പിന്നെ അതിനുശേഷം 2 ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളിയും ഒരു ഉള്ളിയുമാണ് അതിലെടുത്തിട്ടുള്ളത്, കറിവേപ്പിലയും. അതാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളൊരു കുക്കർ എടുത്ത് അത് ഒന്ന് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില, ഉള്ളി, തക്കാളി ഒക്കെ ഇട്ട് വഴറ്റാണ്. ജസ്റ്റ് ഒന്ന് വഴഞ്ഞാൽ മതി. അപ്പം തന്നെ ഉപ്പ് ഇടുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വഴന്നുകൊള്ളും. പിന്നെ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇടുക. അത് നമ്മുടെ അടുത്ത് എല്ലാവരും അടുത്തും പേസ്റ്റ് ഉണ്ടാവുമല്ലോ, അധികം ആളടുത്തും ഉണ്ടാവും പേസ്റ്റ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പൗഡർ ഉണ്ട്. അതിൽ ഗരം മസാല, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അതൊരു സ്പൂണും പിന്നെ ഒരു മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ ഉരുളക്കിഴങ്ങും സോയാബീനും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ ക്ലോസ് ചെയ്ത് വെക്കുക. അങ്ങനെ 3 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അതുകൊണ്ട് ഇതിനെപ്പറ്റി പേടിക്കണ്ട. പിന്നെ നമ്മൾ വെക്കുന്നത് വെച്ചാൽ നെയ്ച്ചോറാണ്. നെയ്ച്ചോറും ബീഫ് കറിയും ഉള്ളതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. കാരണം അങ്ങനെയാണ് അതിൻ്റെ സോയാബീനും ഉരുളക്കിഴങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയാണ്, ആ ഒരു മസാലയും. അതുപോലെ തന്നെ എൻ്റെ നെയ്ച്ചോറ്